കസ്റ്റഡി ഇരുന്നയാളാ. ഞാനും വിളിച്ചോടി പോയതല്ല. ആള് വന്നു. വന്നു. ഓടിച്ചാൽ ജീപ്പ് എടുത്തുകൊണ്ട് പോയത് ആ കൊലപാതകം കണ്ടുപിടിക്കാനായിരുന്നു. പക്ഷെ സാധിച്ചു. കൊലപാതകയെ കണ്ടുപിടിക്കേണ്ടത് ഞങ്ങളുടെ ചുമതലയാണ്. എന്താണ് രവി? എയർപോർട്ടിൽ വന്നപ്പോൾ അവിടെയും നിന്റെ കൂടെ പോലീസ്, ഇവിടെയും പോലീസ് നിൽക്കുന്നു. കമല എവിടെ? അമ്മേ, കമല, കമല. ആര് വിളിച്ചാലും കമല പറ്റും. മദ്രാസിലെ ഹോട്ടൽ ഹോങ്കോങ്ങിൽ നടന്ന ദാരുണമായ കൊലപാതകം. മദ്രാസിലെ വിമൻസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കമല എന്ന വിദ്യാർത്ഥിനി സിംഗപ്പൂരിൽ നിന്നും എത്തിയ ആ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലാക്കിയിരിക്കുന്നു. എന്തായാലും ജായ്ക്ക് രാമാനം മദ്രാസിൽ നിന്ന് ഓടി നാട്ടിൽ വന്നുകൊണ്ട് രക്ഷപ്പെട്ടു. ഇനി പേടിക്കാനുള്ളത് ആർക്ക്? നമുക്കും പോലീസിനും. ഗീത എവിടെ? ഓഫീസിൽ വന്നില്ലേ? വന്നില്ലേ സാർ? ഗീതയുടെ ലെറ്റർ. അവളുടെ അഹങ്കാരം കണ്ടില്ലേ? അവളുടെ അഭിപ്രായം അത് അവൾക്ക് മനോവിഷമം തോന്നി കാണും. അതുകൊണ്ട് അവൾ അത് തുറന്നു പറഞ്ഞു. കേട്ടോ, ഗീതേ, ഗീതേ, നീ എന്തിനാ രാജിക്കത്ത് എഴുതിയത്? ജോലി ചെയ്യാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട്. അതും ശരിയാണല്ലോ. എന്റെ ഭാര്യ ആയിരിക്കേണ്ടവൾ ശമ്പളക്കാരിയായിരിക്കുന്നതും ശരിയല്ല. ഭാര്യ ആരുടെ? മുതലാളി നിന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു പോണേ. മദ്രാസ് ഹോട്ടലിൽ വെച്ച് നടത്തിയ കൊലപാതകം വെളിയിൽ പറയാതിരിക്കാൻ വേണ്ടിയാണോ? അഹങ്കാരി മുതലാളി. മോളെ, എന്തൊക്കെ വിവരക്കേടാണ് ഈ പറയുന്നത്? ഇഷ്ടമില്ലാതെ വരുമ്പോൾ നാളെ എന്നെയും കൊല്ലാൻ ഈ മുതലാളി മടിക്കില്ല. നിന്നെ ഞാൻ കല്യാണം കഴിക്കുന്നത് എന്റെ കൂടെ സുഖമായി ജീവിക്കാനാണ്. വേണ്ട, നിങ്ങളെപ്പോലൊരു വഞ്ചകനെ ഞാൻ കല്യാണം കഴിക്കില്ല. നിങ്ങളുടെ സകല പ്രവൃത്തികളും ഞാൻ പോലീസിൽ അറിയിക്കും. മുതലാളി, ആ ഹോട്ടലിൽ വെച്ച് ശവം കണ്ടതുകൊണ്ട് എന്റെ മോടെ ബുദ്ധി മാറിയിരിക്കും. ബുദ്ധി മാറിയിരിക്കും. അല്ലെങ്കിൽ എന്റെ മോള് മുതലാളിയോട് ഇങ്ങനെ പറയൂ? അതെ, അതാണ് ഞാനും ആലോചിക്കുന്നത്. പെട്ടെന്ന് ആ സംഭവം കണ്ടപ്പോൾ ഒരു ചെറിയ ബുദ്ധിഭ്രമം. എന്റെ പൊന്നു മുതലാളി, എങ്ങനെയെങ്കിലും എന്റെ മോളെ ഒന്ന് രക്ഷിക്കണം. ഞങ്ങൾക്ക് മുതലാളി അല്ലാതെ വേറെ ആരുമില്ല. ശരി. ഡോക്ടർ, എനിക്കൊരു അസുഖമില്ല. അത് ഞാനാണ് തീരുമാനിക്കേണ്ടത്. മുതലാളിയും അച്ഛനുമാണ് പറയുന്നത് എനിക്ക് ഭ്രാന്താണെന്ന്. ഇപ്പോ എനിക്കും അത് ബോധ്യമായി. പക്ഷേ സാരമില്ല. ഡോക്ടർ, എന്നെ കൂടുതൽ വേദനിപ്പിക്കരുത്. ദയവ് ചെയ്ത് പോകൂ. മോളെ, നീ ചുമ്മാ പിച്ചും ഭ്രാന്തും പറയാതെ. അച്ഛാ, അച്ഛനും ഈ മുതലാളിയുടെ വാക്കേട്ട് എനിക്ക് ഭ്രാന്ത് ഉണ്ടാക്കിയാണോ? ഡോക്ടർ, ഈ മുതലാളിയുടെ കൊലപാതകം കണ്ടോ? എപ്പോഴും ആ കൊലപാതകമാണ് ഓർമ്മ. അത് പാടെ മനസ്സിൽ നിന്നും മാറണം. അതിലേക്ക് വേണ്ടിയാണ് ചികിത്സ. നേഴ്സ് ഇന്നു മുതൽ ഇവിടെ തന്നെ താമസിക്കട്ടെ. സിസ്റ്റർ, ഗീതയോട് സംസാരിക്കാൻ ആരെയും അനുവദിക്കണ്ട. താങ്ക് യു ഡോക്ടർ. കമലം. മഹാഭാവികളെ, എനിക്ക് ഭ്രാന്തില്ല. എനിക്ക് ഭ്രാന്തില്ല. നമസ്കാരം. നമസ്കാരം. ഞാൻ ആർക്കെ ചിറ്റു, സിംഗപ്പൂർ.
ഇദ്ദേഹം മിസ്റ്റർ ജയരാജ്, ഒരു മികച്ച പണക്കാരൻ. നാടകം, സിനിമ തുടങ്ങിയ കലകളിൽ അതീവ തൽപരൻ. പോരെങ്കിൽ ഇന്നത്തെ ഉദ്ഘാടകൻ. ഞാനാണ് സുപ്രസിദ്ധനായ ഭാഗവതർ കൃഷ്ണമൂർത്തി ദിണ്ടിക്കൽ. സാറേ, ഞാൻ പിന്നെ കഥാനായകയുടെ അച്ഛൻ കൊച്ചിരാമപിള്ള, കള്ളൻ ദുഷ്ടൻ കശ്മലൻ, സമയോചിതം യഥേഷ്ട. നാടകം ഗംഭീരമായിരുന്നു കേട്ടോ ഭഗവതരെ. പയ്യ അക്ഷയർക്ക് കസേരകൾ നൽകൂ. വേണ്ട, കഥാനായിക എവിടെ? മോളെ കുഞ്ഞിലക്ഷ്മി, ലക്ഷ്മി ദേവി. ഇവരൊക്കെ ഈ നാട്ടിലെ പ്രമാണിമാരാണ്. നോട്ടീസിൽ കണ്ടതുപോലെ നാടകറാണി ലക്ഷ്മി ദേവി തന്നെ. കൺഗ്രാറ്റുലേഷൻസ് നാടകറാണി. ക്ഷമിക്കണം, എനിക്കൊരു അർജന്റ് അപ്പോയിന്റ്മെന്റ് ഉണ്ട്. നാടകം ഉദ്ഘാടനം ചെയ്യാമെന്ന ഞാൻ തന്നെ നാടകം പകുതിയാകുമ്പോൾ പോകുന്നു എന്ന് വിചാരിക്കുന്നു. അയ്യോ സാറേ, പോകരുത്. ഇനി അങ്ങോട്ടാണ് ക്ലൈമാക്സിന്റെ കയറ്റം. ഞങ്ങളുടെ ഈ ഹീറോയിനിയുടെ ബാക്കിയുള്ള ഭാഗങ്ങളും കൂടെ കൂടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ സാറ് ഞങ്ങളെ വിട്ട് പോകത്തില്ല. ഞാൻ സാറിനെ എവിടെ വെച്ചോ കണ്ടിട്ടുണ്ടല്ലോ. കലാരസികനല്ലേ, ഇതുപോലുള്ള നാടകങ്ങളിൽ വെച്ച് കണ്ടു കാണും. മദ്രാസിൽ ഒരു പാർക്കിൽ വെച്ച്. മദ്രാസിൽ പാർക്കിലോ? ഇദ്ദേഹത്തിനോ? നിങ്ങൾക്ക് ആള് തെറ്റിയിരിക്കും. അന്ന് കോളേജിൽ പഠിച്ച ഒരു പെൺകുട്ടിയെ, അതെ, ആ മരിച്ചുപോയ കമലിയെ അന്ന് സാർ ഹോട്ടലിൽ വിളിച്ചപ്പോൾ ഞാനല്ലേ സാറിന്റെ കർണത്തടിച്ചത്, ഓർമ്മിക്കുന്നുണ്ടോ? ലക്ഷ്മി ദേവിക്ക് ഏതോ നാടകത്തിന്റെ രംഗങ്ങൾ ഓർമ്മ വന്നിട്ടുണ്ട്. ജീവിതവും ഒരു നാടകമാണല്ലോ. ഒരു പക്ഷേ സാറിനെ പോലെയുള്ള ആരെയെങ്കിലും ശ്രീമതി കണ്ടിരിക്കും. അതാണ് ശരി. എന്നാൽ പിന്നെ കാണാം. ശ്രീമതി ലക്ഷ്മി ദേവിക്ക് എന്റെ അനുമോദനങ്ങളും ആശംസകളും. പയ്യ സാറന്മാർക്ക് ശീതള പാനീയങ്ങൾ നൽകും. താങ്ക്സ്. ഒന്നും ഇപ്പോൾ വേണ്ട, ഇനി ഒരിക്കലായിട്ടില്ല. ഉണ്ടായിരുന്നു എന്റെ പ്രിയപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു. അമ്മയും എന്റെ കൊച്ചഞ്ഞെത്തിയും വിട്ടുപോയതിനു ശേഷം ഈ ജീവിതം തുണ്ണുമെന്ന് പോലും എനിക്ക് തോന്നിപ്പോകുന്നു. അങ്ങനെ നിരാശപ്പെടരുത്. അങ്ങക്ക് തീരാ ദുഃഖമുണ്ടാക്കിയ ആ മഹാപാപികളെ കണ്ടുപിടിക്കണം. അതിനുവേണ്ടിയാണ് ഈ അജ്ഞാതവാസം. എനിക്കിനി ആ ഒരു ലക്ഷ്യം മാത്രമേ ജീവിതത്തിൽ ബാക്കിയുള്ളൂ. അതിനുവേണ്ടി അങ്ങക്ക് എന്ത് സഹായം ചെയ്യാനും ഞാൻ തയ്യാറാണ്. അങ്ങയുടെ മരിച്ചുപോയ അനിയത്തി എന്റെ കാണപ്പെട്ട ദേവതയായിരുന്നു. ഇതാ 1000 രൂപ അഡ്വാൻസ്. മോളെ, ഇത് കണ്ടോ മോളെ, 1000 രൂപ. എന്നാലും എന്റെ സാറ്, ഞാനിതെങ്ങനെ സഹിക്കും സാറ്? എന്ത് പറ്റി? കരയരുത്. എങ്ങനെ കരയാതിരിക്കും മോളെ? കരയണ്ട, പണം വേണ്ട, ഇനിയും തരാം. അയ്യോ, ഞാനെന്റെ കണ്ണീരാണ് സാറേ. മോൾക്ക് 1000 രൂപ കൊടുക്കാൻ ഇതേവരെ ഒരു പഹയന് മുന്നോട്ട് വന്നിട്ടില്ല സാറേ. എന്നാൽ 1000 അല്ല, ഞങ്ങൾക്ക് പിടിച്ചാൽ 1,00,000 വരെ കൊടുക്കും. ലക്ഷ്മി നിങ്ങളുടെ മകളല്ല, നാട്ടുകാരുടെ മകള്, ജനങ്ങളുടെ പൊതുസ്വത്ത്, ഉയർന്നു വരുന്ന കലാകാരി മീനാക്ഷി. അവൾ ഇവിടുത്തെ വേലക്കാരിയാണ്. നിങ്ങൾക്കിനി എന്ത് ആവശ്യമുണ്ടെങ്കിലും അവളോട് പറഞ്ഞാൽ മതി. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 5 വർഷത്തേക്കാണ് നാം തമ്മിലുള്ള കോൺട്രാക്ട്. അതിനിടയ്ക്ക് ഞങ്ങളുടെ അനുവാദം കൂടാതെ മറ്റൊരു പടത്തിലും അഭിനയിക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? എനിക്കെന്തിനാ വേറെ പടം? മുതലാളി മുറയ്ക്ക് പടം എടുക്കുന്നുണ്ടല്ലോ. വെരി ഗുഡ്, യു ആർ ആൻ അണ്ടർസ്റ്റാൻഡിംഗ് ടൈപ്പ്. പടമൊന്നല്ല, എല്ലാം മുതലാളുടേത് മാത്രം മതി. രക്ഷയും ശിക്ഷയും എല്ലാം ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുക. ആ നന്ദി ഉണ്ടായിരുന്നാൽ മതി. ആർക്കിരിക്കുന്ന ഈ നന്ദിയൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് പടത്തിൽ കയറി കിട്ടിയാൽ ആദ്യം മറക്കുന്നത് ആ ചാൻസ് കൊടുത്തവരെയാ. പിന്നെ കുറെ വീരവാദമൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നടപ്പാ. ഞങ്ങൾ ആ കൂട്ടത്തിലുള്ളവരെല്ലാം മുതലാളി. അപ്പോ നിങ്ങളുടെ താമസമൊക്കെ? മുതലാളിക്ക് വിരോധമില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ താമസിച്ചു കൊള്ളാം. ഇവിടെ ഞങ്ങൾക്ക് വേറെ ആരുണ്ട്? ഇന്നു മുതൽ ലക്ഷ്മിയെ അവളുടെ സകല സ്ഥാവര ജംഗമ വസ്തുക്കളോടുകൂടി അങ്ങയുടെ കാക്കൽ അടിയറ വയ്ക്കുക. അങ്ങനെ പറയുന്നതാണ് ഇന്നു മുതൽ ഞങ്ങൾക്ക് വേദവാക്യം. ശരി,
എന്നാൽ ഇവിടെ തന്നെ താമസിക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്യാം. പക്ഷേ മറ്റാരുമായിട്ടും യാതൊരു കൂട്ടുകെട്ടും പാടില്ല. എന്റെ ദൈവമേ, മറ്റുള്ള വലിയ സിനിമാ നടികളെ പോലെ എന്റെ മോളെയും നല്ല ഒരു നിലയിലെത്തിക്കണേ. അതെന്റെ ചുമതല, ഞാൻ ചെയ്തുകൊള്ളാം. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഓഫീസിൽ പറഞ്ഞാൽ മതി. സാറേ, ജീവിതത്തിൽ ഒരേ ഒരാശ, ഒരു വലിയ ബംഗ്ലാവ്, വളവളാന്ന് മിഞ്ഞെന്ന് കുറെ കുപ്പായങ്ങൾ, ലാറി പോലത്തെ കണ്ടനൊരു ഇമ്പാല കാർ, അതിനകത്ത് ഞാനും എന്റെ മോളും കൂടി കൊടുങ്കഴിയും കുത്തി ഇങ്ങനെ കിടന്ന് പറഞ്ഞൊരൊറ്റ സ്പീഡ് കുറച്ച് പോയില്ലെങ്കിൽ ആക്സിഡന്റ് ആവും. യാതൊരു സമാധാനം ഒന്നുകിൽ സാധനം കിട്ടണം, ഇല്ലെങ്കിൽ എന്റെ പണം തരണം. കുറച്ച് രൂപയുണ്ട്, ബാക്കി പിന്നെ തരാം. ഈ കളിപ്പിരി പണി വേണ്ട വേണ്ട. ഈ സാധനം എനിക്ക് വേറെ കൊടുത്താലേ രൂപ 25,000 രൂപയുണ്ട്. പിന്നെ മാധവൻ എന്റെ പതിവുകാരനായതുകൊണ്ട് കൂട്ടുകൂട്ടുന്നതാ. ഞങ്ങളുടെ കഷ്ടകാലത്തിന് ഒരാളുടെ കയ്യിൽ കൊടുത്തു, അയാളുടെ ഭാര്യ വിട്ടു പോയിരിക്കുക. പിന്നെ ഞാനിത് കട്ടത് മോട്ടിച്ചൊന്നുമല്ല. സിംഗപ്പൂരിൽ നിന്ന് വന്ന പാർട്ടി ഇത് വിൽക്കാൻ നിന്നതാ. എനിക്കിത് മദ്രാസിൽ പോണം. വീട്ടിൽ വന്ന വഴി ഇവിടെ ഒന്ന് കയറിയതാ. അടുത്ത ആഴ്ച മദ്രാസിലോട്ട് വരുമ്പോ ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. വേലൊക്കെ എന്റെ സാധനം ഇപ്പൊ കിട്ടണം, ഇല്ലെങ്കിൽ എന്റെ നിറം മാറുള്ള കാര്യം പറയാം. ഹലോ ആ ഹിപ്പി സാറാണ്, ഞങ്ങളെ കാണണ്ട. നീ അങ്ങോട്ട് ചെല്ല്. ചെല്ല് ചെല്ല്. ഹലോ ഡാർലിംഗ്. ഡാർലിംഗ്, എന്താ ഒരു വഴക്ക് കേട്ടത്? ഒന്നുമില്ല, ഇരിക്കും. മാധവൻ എവിടെ? മാധവൻ ബംഗാളി വന്നല്ലോ. പിന്നെ ഇവിടെ ബഹളം കേട്ടത്? അതെ, ഞാൻ ആ വേനൽക്ക് വഴക്ക് പറയുകയായിരുന്നു. അവൻ എന്ത് പ്രകാരം എന്നോട് ദേഷ്യ. ഓഹോ, ബ്ലഡി ഫൂൾ. അവനെ ഞാനിപ്പോ വിളിക്കണേ. അവനെ കടയ്ക്ക് പിടിച്ചു. കടയ്ക്ക് പോയിട്ട് ഡാർലിംഗ്, അപ്പൊ ഇവിടെ ആരുമില്ല? ആരുമില്ല. വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി. ഡാർലിംഗ്, ഇരിക്കൂ ഡാർലിംഗ്. ഡാർലിംഗ്, ഫൈൻ ഫൈൻ. ഓ, ഈ ഷർട്ട് നന്നായിരിക്കുന്നല്ലോ, മനോഹരമായിരിക്കുന്നു ഡാർലിംഗ്. ഡാർലിംഗ്, എനിക്ക് നിന്നെ വളരെ പിടിച്ചു ഡാർലിംഗ്. ഡാർലിംഗ്, ഇങ്ങോട്ട് ഇരിക്കൂ. ഞാൻ ഇവിടെയാണ്, എന്റെ സൈനം ഇവിടെയാണ്. അയ്യോ, ഭർത്താവ്. ഈ ഭർത്താവെന്ന് പറയുന്നവൻ വെറും കരിങ്കാലി, കള്ളൻ. രാജമ്മ അവന്റെ മാത്രം സ്വത്തല്ല, ഞങ്ങളുടെ എല്ലാം പൊതു സ്വത്താണ്. ഡാർലിംഗ്, ഞാൻ പറയുന്നത് അനുസരിക്കൂ. നിങ്ങൾ ഇവിടെ ഒളിച്ചു നിൽക്കുകയായിരുന്നു അല്ലേ? വന്നത് നന്നായി, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്താവുമായിരുന്നു? ഒന്നും ആകില്ലായിരുന്നു. മിസ്റ്റർ മാധവൻ, ഞാൻ നിങ്ങളുടെ ഭാര്യയെ ഒന്ന് കിസ് ചെയ്യാൻ ശ്രമിച്ചു, അത്രേ ഉള്ളൂ. മടയി സമ്മതിക്കില്ല. വച്ചിടൂ. ഇയാളെ ഞാൻ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടുണ്ട്. എന്തിവിടെ വന്നു? ഞാൻ മദ്രാസിൽ ഒരു കമ്പനിയിൽ ജോലി ആയിട്ടിരിക്കുകയാണ് സാർ. നിങ്ങൾ എന്തിനാ ഇവിടെ വരേണ്ട കാര്യം? രാജമ്മ നിങ്ങളുടെ ലവറാണ്. ലവറോ? അയ്യോ, അങ്ങനെ സംഭവമേ എനിക്കറിയില്ല സാർ. അല്ല, ഞങ്ങൾ പരിചയക്കാരാണ്. ഓ, മിസ്റ്റർ മാധവൻ, നിങ്ങളെ ഡാഡി അന്വേഷിക്കുന്നു. എളുപ്പം വരണം. ബൈ ബൈ. എന്തായാലും നിങ്ങളുടെ ഷൂട്ടിംഗ് ഒക്കെ? ഷൂട്ടിംഗ് ഒക്കെ ഫിക്സ് ചെയ്തു, വണ്ടി. പക്ഷേ ഹീറോയെ കിട്ടിയില്ല. ആരും വന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതിന് ഞാനെന്ത് വേണം? സാറേ, പഴയതുപോലെ സിനിമയൊക്കെ യങ് ജനറേഷൻ വേണം തൃപ്തിപ്പെടാൻ. സെക്സ്, കുളി, റൊമാൻസ്, ഫസ്റ്റ് നൈറ്റ്, ഇതിനെല്ലാം പറ്റിയ ഒരു ഹീറോയെ വേണം നമുക്ക് വേണ്ടത്. കിട്ടിയ ആളിനെ വെച്ച് പടമെടുത്തില്ലെങ്കിൽ ഹീറോയിനെ വേറെ അന്വേഷിക്കേണ്ടി വരും. എന്നാ അതിന് പറ്റിയ ഒരാളുണ്ട്. ആരാ? ഞാൻ തന്നെ ഹീറോയായിട്ട് അഭിനയിച്ചാലോ? പക്ഷേ വൺ തിങ്, പടം ലങ്കാദഹനമല്ല. ഓ, ഹനുമാനായിട്ടായിരിക്കും സാർ ഉദ്ദേശിക്കുന്നത്. Come in. ഹലോ, വെൽക്കം ടു മൈ ഓഫീസ്. ഇതെന്റെ സൺ റാം റാം. ഇതൊരു ഫിലിം പ്രൊഡ്യൂസർ, ഫിനാൻസർ, ബിഗ് ബിസിനസ്മാൻ, മിസ്റ്റർ ജയറാം. ഓ, ജയറാം, ജയറാം. നോ ഗേൾസ് ഹിയർ, നോ പിഎ, നോ ലേഡി സെക്രട്ടറി. ഫണ്ടിങ് ഒരാളുണ്ടായിരുന്നു. അവരങ്ങ് പിരിഞ്ഞു പോയി. ലേഡീസ് ഇല്ലാത്ത ഓഫീസും പൂവില്ലാത്ത പൂന്തോട്ടവും എന്തിനു കൊള്ളാം മിസ്റ്റർ ജയറാം? ഒരു പെണ്ണിന്റെ കാറ്റോ പ്രേമസല്ലാപമോ കിസോ ഇല്ലാതെ നിങ്ങൾ ഇവിടെ എങ്ങനെ ജീവിക്കും? സാറേ, ഇദ്ദേഹം മതി നമ്മുടെ കഥയ്ക്ക് ഹീറോ. ആ മുഖഭാവം, ആ വേഷം, ആ രൂപം. സാറേ, എക്സലന്റ്. ക്ഷമിക്കണം, ചെറുക്കനല്ല,
അദ്ദേഹം എന്റെ ഫിലിം ഡയറക്ടർ. Oh, I am very sorry, Mr. Director. I am sorry. മിസ്റ്റർ രാംറാം, Yes, Ram. നിങ്ങൾക്ക് എന്റെ പടത്തിൽ അഭിനയിക്കാമോ? Oh, yes. ഞാൻ അഭിനയിക്കാം. നല്ല ബ്യൂട്ടിഫുൾ ഗേൾ ഉണ്ട്. ഗേൾ ഓഫ് 17. ഒന്നല്ല 10 എണ്ണത്തിനെ തരാം. സാറിന് അഭിനയിക്കാവോ? Oh, yes. Somebody to agree. Yes. അയ്യോ, ഇവരെ വിശ്വസിക്കരുത്. കഥ പകുതിയാവുമ്പോ ഇവൻ ഹീറോയിനെ കൊണ്ട് No, 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 no. അപ്പൊ കഥയുടെ ക്ലൈമാക്സ് അങ്ങനെ മാറ്റും. Yes. പിന്നെ മറ്റൊരു കാര്യം കൂടി, 6 മാസത്തിനകം ഞങ്ങൾക്ക് സിംഗപ്പൂരിലേക്ക് മടങ്ങണം. Yes. സാറെ 3 മാസം കൊണ്ട് ഈ പടം എടുത്ത് ഞങ്ങളങ്ങ് എഴുതിത്തരാം. Yes, that's correct. സാർ അഭിനയിക്കാൻ സമ്മതിച്ചോ? Yes, somebody to agree. Excellent. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ജയിലിൽ കിടക്കുന്ന രവീന്ദ്രന്റെ സ്വത്തുക്കളുടെ ഭരണമൊക്കെ ഒന്ന് നേരെയാക്കാമെന്ന് കരുതിയാണ് ഞാൻ വന്നത്. കാര്യം ഒന്നും നേരെ നടക്കുന്നില്ല. ടെസ്റ്റ് ചെയ്യാം. നിങ്ങൾ റൊമാൻസോടെ ശൃംഗാരത്തോടെ ഹീറോയിനെ സമീപിക്കുക. ഞാൻ റൊമാൻസോടെ ശൃംഗാരത്തോടെ കഥാനായികയെ കെട്ടിപ്പിടിച്ച് തീഷ്ണതയോടെ ചുംബിക്കുന്നു. ഈ കിസ് വേല ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ മാൻ. കിസ്സും സെക്സും ഉണ്ടെങ്കിലേ പടം ഓടൂ. കിസ്സും സെക്സും ഇല്ലാത്ത ലോകം ശൂന്യം. മിസ്റ്റർ ഹീറോ, ഇത് സ്റ്റണ്ട് Hi, പടമാണ്. good വീരസാഹസിക ചിത്രം. നിങ്ങൾ ഹീറോയിനെ കെട്ടിപ്പിടിച്ചു. പിടിച്ചു. ആ സമയത്ത് വില്ലൻ വരുന്നു. വരട്ടെ. വില്ലനുമായി സ്റ്റണ്ട് നടക്കുന്നു. ഇടിച്ചു. വന്നിട്ടുള്ള എല്ലാവരെയും ഇടിച്ചു വീഴ്ത്തി ഹീറോയിനെയും കൊണ്ട് സ്ഥലം വിടുന്നു. ഗുഡ്. നിങ്ങൾ വില്ലൻ, നിങ്ങൾ പറയേണ്ട ഡയലോഗ്, ഹലോ ഡാർലിംഗ്, ഞാൻ നിന്നെ സിൻസിയറായി ലവ് ചെയ്യുന്നു. ആക്ഷൻ. ഹലോ ഡാർലിംഗ്, ഞാൻ നിന്നെ സിൻസിയറായി ചെയ്യുന്നു. ലവ് ചെയ്യുന്നു. സോറി, ലവ് ചെയ്യുന്നു. ഞാൻ പ്രേമിക്കുന്നു. ഡാർലിംഗ്, ഐ ലവ് യു. நீங்க ஒட்டுக்கட்டாണ്. എന്താണ് ഇവിടെ ബഹളം നടക്കുന്നത്? എന്താ ഇത്? ഒന്നുമില്ല മിസ്റ്റർ രാംറാം. ഇവിടെ വരുന്നവരെ ഇടിച്ചിട്ടിട്ട് കഥാനായകൻ കൊണ്ട് രക്ഷപ്പെടണമെന്ന് ഡയറക്ടറിനോട് പറഞ്ഞു. ഞാൻ കഥാപാത്രമായി ജീവിച്ചു, ഇടിച്ചു. ദാറ്റ്സ് ഓൾ. അതെ, ഗുഡ്. അതാണ് തീരെ നല്ല സീന. ഈ കണക്കിന് ഇയാളെ തന്ത കയറുന്ന അയാളെ ഇടിച്ച് താഴെ ഇടും. സോറി അമ്മാവ. അപ്പൊ മിസ്റ്റർ ഹീറോ, നാളെ ഷൂട്ടിംഗ് സ്റ്റണ്ട്. അല്ലല്ല, നാളെ പാട്ട്. മുതലാളി സാറേ, ഇതുപോലുള്ള ഷൂട്ടിംഗ് ആണെങ്കിൽ എന്നെ വിളിക്കണ്ട. എനിക്ക് പഴയ പോലെ നൽകുമല്ല. കമലാണ്. കള്ളി കഥ തുറന്ന് ഓടിപ്പോകാൻ തുടങ്ങിയാണോ? ചെയ്ത് എന്റെ വെളിയിലേക്ക് ഒന്ന് വിടൂ. പാടില്ല, നീ ഭ്രാന്തിയാണ്. വല്ലവരെ ഉപദ്രവിക്കും. സത്യമായിട്ട് എനിക്ക് ഭ്രാന്തില്ല. ഞാൻ എവിടെയെങ്കിലും പോയിക്കൊള്ളാം. ആ കഥ ഒന്ന് തുറന്ന് എന്നെ വിട്ടാൽ മതി. എന്തിപ്പോവല്ലേ, എല്ലാം മുതലാളി എന്നോട് പറഞ്ഞിട്ടുണ്ട്. കുടിക്കൂ. എനിക്ക് വേണ്ട, ഇത് മരുന്നല്ല, കുടിക്കാൻ. എന്താ ഇത്? എന്താ അവിടെ നിൽക്ക്. കിറുക്കി പെണ്ണെ, നീ എന്തായി കാണിക്കുന്നത്? ഒരടി മുമ്പോട്ട് വച്ചാൽ ഇതാ ഇത് കണ്ടോ? എനിക്ക് ഭ്രാന്താണല്ലേ? എടാ ദ്രോഹി! മോളെ, എന്നെ കൊല്ല്. നിന്റെ കൈ കൊണ്ട് അച്ഛനെ തന്നെ കൊല്ല്. എന്തിനാണ് അച്ഛ എന്നെ ഇങ്ങനെ തീരിട്ട് നീട്ടുന്നത്? ഇങ്ങനെ കണ്ണീര് കുടിപ്പിക്കാൻ ഞാൻ അച്ഛനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. இறந்து போன கமலம்மா பேருக்கு லெட்டர் வந்திருக்கு.
நீங்க தான் அவங்க பேருக்கு ஏதாவது வந்து நேரடியா கொடுக்க சொன்னீங்க. ஹலோ இப்போ ബാബുവിന്റെ ഗ്യാങ്ങിലുള്ളവരുടെ എഴുത്തായിരിക്കും. ഹോങ്കോങ്. ഏതായാലും ഇത് എനിക്ക് അയച്ചു കൊടുക്കും. ഇതെന്റെ അനുജത്തിക്ക് സിംഗപ്പൂരിൽ നിന്ന് വന്ന ലെറ്ററാണ്. വായിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഒരു ലക്കി നമ്പരും ഉണ്ട്. വിചിത്രമായ ഒരു ലെറ്റർ. ഇതാ അടിയിൽ എന്റെ പേരാണ് വെച്ചിരിക്കുന്നത്. അറിഞ്ഞു പോകുന്നല്ലോ, പിന്നെ ആരാ അവിടെ എഴുത്തയക്ക്? കമലയെ കൊന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കും. അവരുടെ വിവരങ്ങൾ പരസ്പരം കൈമാറുന്നതിന് വേണ്ടി എന്റെ സഹോദരിയെ ഒരു കരുവാക്കിയിരിക്കുന്നു. ഓഹോഹോ, സംശയിക്കാതിരിക്കാൻ വേണ്ടിയാണ് സാറിന്റെ പേര് വെച്ച് പെണ്ണൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. എന്റെ സഹോദരിയെ അവൻ കൊല്ലാൻ തന്നെ കാരണം ഇതുപോലൊരു കത്ത് പോലീസ് പിടിച്ചെടുത്തുകൊണ്ടാണല്ലോ. അവർക്ക് തന്നെ നേരിട്ട് ഇത് ബാബുവിന് അയച്ചു കൊടുക്കാൻ പറ്റുന്നു. ഒരു പക്ഷേ ഇവന്റെ കള്ളത്തരങ്ങൾ നേരത്തെ പോലീസിന് പിടികിട്ടിയിരിക്കണം. അപ്പൊ ഇനി ആലോചിക്കാനൊന്നുമില്ല, ഈ എഴുത്ത് നേരെ പോലീസിനെ ഏൽപ്പിക്കും. പാടില്ല. എന്റെ ജീവിതം ഒരു ദുരന്ത നാടകമാക്കിയ ഈ കൊലയാളികളെ ഞാൻ തന്നെ കണ്ടുപിടിക്കണം. ഇത്രയും കാലം ഒരു പോലീസ് ഓഫീസറായിരുന്നു എനിക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനു ജീവിക്കണം? ഏതായാലും ഈ കത്ത് നമുക്കുടനെ ജയരാജനെത്തിക്കണം. വരൂ. കുറച്ചു നാളായി സിംഗപ്പൂരിൽ നിന്നും ഒരു വിവരവുമില്ലല്ലോ. കമലയുടെ കൊലപാതകം അറിഞ്ഞത് കൊണ്ടായിരിക്കും. മദ്രാസിൽ നമ്മുടെ മമ്മിക്ക് വല്ല വിവരവും വന്നിരിക്കുമോ? സാറൊന്ന് പോയി വന്നാലോ? കമലയുടെ കേസിന്റെ വിധി പ്രസ്താവിക്കാതെ ഞാൻ മദ്രാസിൽ പോകുന്നില്ല. സാർ വിജയത്തിനുണ്ടെന്ന് പറഞ്ഞു. ഡയറക്ടർ സാറിനെ കണ്ടില്ലല്ലോ. ആരാ സാറേ ഈ കുഞ്ഞിലക്ഷ്മി? എന്താ കാര്യം? ജയരാജൻ ജയ കാട്ടേജ് എന്ന് എഴുതിയിരിക്കും. കാര്യം പറയണം. അയ്യോ, കാര്യം എന്താണെന്ന് പറയാനോ? ഞങ്ങൾ വയസ്സം മാറി അഡ്രസ്സും കൊണ്ട് നടന്ന് കഷ്ടപ്പെടുക. സിംഗപ്പൂരിൽ നിന്നും ഒരു കമലച്ചെന്ന് എഴുതിയിരുന്നു. അത് വെട്ടിയിട്ട് കുഞ്ഞിലക്ഷ്മി കോടമ്പൊക്കെ വന്നായി. പിന്നെ അതും വെട്ടിയിട്ട് കേരളം നിന്നായി. എന്താണ് സാറേ ഇതിന്റെ അർത്ഥം? ആരായി കുഞ്ഞിലക്ഷ്മി? എവിടെ എഴുതാണ്ട്? ഞാനാണ് കുഞ്ഞിലക്ഷ്മി. ആഹാ, ഇത്രയും നേരം ഈ വയസ്സനെ കൊണ്ട് മിണ്ടിച്ചിട്ട് ചുമ്മാതിരിക്കുകയാണോ കൊച്ച്? കുഞ്ഞിൽ ലക്ഷ്മിയാണോ അതോ കുഞ്ഞിൽ ലക്ഷ്മണനാണോ? ഞാൻ ലക്ഷ്മി. അല്ല, ഇപ്പോഴത്തെ വേഷത്തിൽ നിന്ന് പെണ്ണുങ്ങളെ ആണുങ്ങളെ ഒന്നും തിരിച്ചറിയാൻ വയ്യടാ കൊച്ചനെ വെച്ചോ. എന്റെ ഗുരുവായൂരപ്പ, കാലമെല്ലാം മാറിപ്പോയി. ഞാൻ വരട്ടെ സാറേ. കമലയുടെ കത്ത് ശാലിനിക്ക് എങ്ങനെ വന്നു? ഞാനും കമലയും കൂട്ടുകാരികളാണെന്ന് പോസ്റ്റ്മാന് അറിയാം. അതുകൊണ്ടാണ് എന്റെ പേർക്ക് തിരിച്ചയച്ചത്. ശാലിനിക്ക് ഇത് മുമ്പും എഴുത്ത് കിട്ടാറുണ്ടോ? കിട്ടാറുണ്ട്. കിട്ടിയ ഉടനെ തന്നെ കമലയ്ക്ക് തിരിച്ചയക്കുകയും ചെയ്യും. ഓഹോ. ഇതിപ്പോ എനിക്കെന്തിനാ? തിരിച്ചയച്ചേക്കാം. ഞാൻ കൊടുത്തേക്കാം, ഞാൻ അയച്ചേക്കാം. താങ്ക് യു സാർ. എന്നാൽ അത് അറിയാത്ത നമ്മുടെ കൂട്ടത്തിലുള്ള മറ്റാരെങ്കിലും എഴുതിയതായിരിക്കും. ഹോങ്കോങ്ങിൽ നിന്നും ക്യാപ്റ്റൻ നാഥനാണ് എഴുതിയിട്ടുള്ളത്. സാധാരണ മലയാളത്തിൽ നിന്നും ക്യാപ്റ്റൻ പ്രധാനല്ലേ നമുക്ക് എഴുതാറുള്ളൂ. എന്നാൽ ഉടനെ ഹോങ്കോങ്ങിലേക്ക് ഒരു ടെലിഗ്രാം കൊടുത്തേക്കണം. ഇനി മേലാൽ കമലയുടെ പേരിൽ എഴുത്തയക്കരുതെന്ന്. പ്രിയപ്പെട്ട അനുജത്തി, നിനക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്റെ ഒരു സ്നേഹിത മിസ്സസ് രാജേശ്വരി സൈമൺ വിദേശ പര്യടനം കഴിഞ്ഞു വരുന്നുണ്ട്. കേരളവും മറ്റും കാണാൻ അവർക്ക് ആഗ്രഹമുണ്ട്. അവിടെയുള്ള കൂട്ടുകാരെ കണ്ട് സംസാരിച്ച് പ്രോഗ്രാം ശരിപ്പെടുത്തണം. ഈ മാസം അവസാന ഞായറാഴ്ച എന്റെ ബർത്ത്ഡേ ആണ്. ഞാൻ വരുമ്പോൾ നീ ആവശ്യപ്പെട്ട സാധനങ്ങൾ കൊണ്ടുവരാം. സ്വന്തം ചേട്ടൻ രവി. ലക്കി നമ്പർ 3601045023. മിസ്സസ് രാജേശ്വരി സൈമൺ വരുന്നുണ്ട്. കേരളവും പ്രോഗ്രാം ശരിപ്പെടുത്തണം. ഈ മാസം അവസാന ഞായറാഴ്ച. ശരി, അപ്പൊ കപ്പൽ വന്നാൽ ഉടനെ അദ്ദേഹം നമ്മളെ വിവരം അറിയിക്കില്ലേ? അതേ കപ്പൽ തന്നെ നമുക്ക് ഇവിടുന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് ഒന്ന് രണ്ട് ഫിലിം പറ്റിയത് വായിക്കണം. ഓക്കെ? ഓക്കെ. അപ്പോഴേ വണ്ടി എന്നതാ കാര്യം?
ഞാൻ ജയരാജ്. റിഹേഴ്സൽ നോക്കാണോ മുതലാളി? ഹീറോ വന്നോ? ആ വന്നു. പ്രിയേ, ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഈ ദുഷ്ടന്മാർ നമ്മുടെ സന്ദർശനം അനുവദിക്കില്ലാന്ന്. ഡിയർ, അവരുടെ അനുവാദമില്ലെങ്കിലും നമുക്ക് പ്രേമിക്കാം. വേണമെങ്കിൽ ഈ സ്ഥലം തന്നെ വിടാം. ഞാൻ ഡയറക്ടർ ലണ്ടൻ വണ്ടിങ്, ഞാനല്ലേ റിഹേഴ്സൽ കാണേണ്ടത്. കഥ തുറക്കും. എടി അഭിസാരിയെ, നീ എന്നോട് കാണിച്ച ഈ വഞ്ചനയ്ക്ക് നിന്നെ ഒറ്റ ഇടിക്ക് ഞാൻ കൊല്ലും. അത് ജില്ലന്റെ ഡയലോഗ്. എന്നാ നമുക്ക് പാട്ട് വെക്കാം.